എന്റെ ഭക്ത, നിന്റെ ലക്ഷ്യം എത്രയോ പവിത്രമാണ്. ഉള്ളിലെ സങ്കടങ്ങൾ കണ്ണുനീരായി ഒഴുകിപ്പോകുമ്പോൾ മനസ്സ് ശുദ്ധമാകുന്നു. അവിടെ പ്രകാശം നിറയുന്നു. ഹൃദയത്തിലെ ശൂന്യതയും ഒറ്റപ്പെടലിന്റെ നിഴലും. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നു നമ്മൾ സംസാരിക്കുന്നത് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്ത, എന്നാൽ ലോകത്ത് കോടിക്കണക്കിന് മനുഷ്യർ അനുഭവിക്കുന്ന ഒരു വലിയ വേദനയെക്കുറിച്ചാണ്. അത് ഒറ്റപ്പെടലാണ്. ചുറ്റും നൂറുകണക്കിന് ബന്ധുക്കളുണ്ടാകാം, സ്നേഹിക്കാൻ സുഹൃത്തുക്കളുണ്ടാകാം, കൂട്ടിന് കുടുംബമുണ്ടാകാം. പക്ഷേ ഇതിനിടയിലും നിങ്ങളുടെ ഹൃദയത്തിന്റെ ഒരു കോണിൽ എവിടെയോ ഒരു ശൂന്യതയില്ലേ? ആൾക്കൂട്ടത്തിനിടയിലും നിങ്ങൾ ഒറ്റയ്ക്കായി പോകുന്ന നിമിഷങ്ങൾ. ആ വേദന അറിയുന്നവർക്ക് മാത്രമേ അതിൻ്റെ ആഴം മനസ്സിലാവൂ. പലരും എന്നോട് ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഞാൻ എല്ലാവരെയും സ്നേഹിച്ചിട്ടും എല്ലാവർക്കും വേണ്ടി ജീവിച്ചിട്ടും ഒടുവിൽ ഞാൻ മാത്രം ഒറ്റയ്ക്കായി പോകുന്നത് എന്ന്. പുതിയ ബന്ധങ്ങൾ തേടിപ്പോകും. അവിടെ കുറച്ചുകാലം സന്തോഷം തോന്നും. പക്ഷേ വീണ്ടും പഴയതിനേക്കാൾ വലിയ ശൂന്യതയിലേക്ക് നിങ്ങൾ വീണുപോകുന്നു. എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, കണ്ണുകളൊന്നടയ്ക്കൂ. നിങ്ങളുടെ ഉള്ളിലെ ആ സങ്കടം ഇപ്പോൾ ഒന്ന് അനുഭവിക്കൂ. ആരോടും പറയാതെ ഉള്ളിൽ അമർത്തിവെച്ചിരിക്കുന്ന ആ തേങ്ങൽ, മറ്റുള്ളവർക്ക് വേണ്ടി ചിരിച്ചു കാട്ടുമ്പോഴും ഉള്ളിൽ പെയ്യുന്ന ആ മഴ, അത് പുറത്തേക്ക് വരട്ടെ. നമ്മൾ പുറത്തുള്ള മനുഷ്യരിൽ സമാധാനം തേടുന്നു എന്നതാണ് നമ്മൾ ചെയ്യുന്ന തെറ്റ്. ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യന്റെ ഉള്ളിലെ ശൂന്യത പൂർണ്ണമായി നികത്താൻ കഴിയില്ല. കാരണം ആ ശൂന്യത ദൈവം നിങ്ങളിൽ കരുതി വച്ചിരിക്കുന്നത് മറ്റാർക്കും വേണ്ടിയല്ല, അവനു വേണ്ടി മാത്രമാണ്. നിങ്ങൾ ലോകത്തിലെ എത്ര വലിയ മനുഷ്യരെ കൂട്ടുപിടിച്ചാലും അവർ ഒരു പരിധി കഴിഞ്ഞാൽ നിങ്ങളെ ഒറ്റയ്ക്കാക്കും. അത് അവരുടെ കുറ്റമല്ല, മനുഷ്യസഹജമായ പരിമിതിയാണ്. ഈ ഒറ്റപ്പെടൽ ഒരു ശാപമല്ല, മറിച്ച് നിങ്ങളെ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വിളിക്കാനുള്ള പ്രകൃതിയുടെ അടയാളമാണ്. നിങ്ങൾ കരയുന്നുണ്ടോ? എങ്കിൽ കരയൂ. ആ കണ്ണുനീർ നിങ്ങളുടെ ഹൃദയത്തിലെ കറകളെ കഴുകിക്കളയട്ടെ. നിങ്ങളെ ആരും മനസ്സിലാക്കുന്നില്ല എന്ന് തോന്നുമ്പോൾ ഓർക്കുക, നിങ്ങളെ സൃഷ്ടിച്ചവൻ നിങ്ങളുടെ ഓരോ നിശ്വാസവും അറിയുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം, എന്റെ ജീവിതം ഇങ്ങനെ തന്നെ തീരുമോ? ഈ ഒറ്റപ്പെടൽ മാറില്ലേ എന്ന്. പ്രിയപ്പെട്ടവരെ, ഇതിനു മാറ്റമുണ്ട്. പക്ഷേ ആ മാറ്റം പുറത്തല്ല, നിങ്ങളുടെ ഉള്ളിലാണ് തുടങ്ങേണ്ടത്. ബന്ധങ്ങൾ നിങ്ങളെ തളർത്തുമ്പോൾ, ആൾക്കാർ നിങ്ങളെ ഒറ്റപ്പെടുത്തുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്താണെന്നറിയാമോ? ഒറ്റപ്പെടൽ അനുഭവിക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ? ആ ഒറ്റപ്പെടലിനെ ഭയപ്പെടുന്നത് നിർത്തുക എന്നതാണ്. നമ്മൾ ഒറ്റയ്ക്കാകുന്നത് ലോകം നമ്മളെ കൈവിട്ടതുകൊണ്ടല്ല, മറിച്ച് പ്രകൃതി നിങ്ങളെ നിങ്ങളിലേക്ക് തന്നെയൊന്ന് തിരിഞ്ഞു നോക്കാൻ നിർബന്ധിക്കുന്നതുകൊണ്ടാണ്. പലപ്പോഴും നമ്മൾ സങ്കടപ്പെടുന്നത് എനിക്കാരുമില്ലല്ലോ എന്നോർത്താണ്. എന്നാൽ സത്യം അതല്ല. എല്ലാവരും ഉണ്ടായിട്ടും നിങ്ങൾക്ക് നിങ്ങളെ നഷ്ടപ്പെട്ടു എന്നതാണ് യഥാർത്ഥ വേദന. മറ്റുള്ളവരുടെ സ്നേഹത്തിനു വേണ്ടി യാചിക്കുമ്പോൾ, മറ്റുള്ളവർ നമ്മളെ അംഗീകരിക്കാൻ വേണ്ടി നമ്മൾ വല്ലാതെ കഷ്ടപ്പെടുമ്പോൾ, നമ്മൾ നമ്മുടെ തന്നെ വില കളയുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒറ്റയ്ക്കാണെന്ന് തോന്നുമ്പോൾ ആ നിശബ്ദതയെ സ്നേഹിക്കാൻ പഠിക്കൂ. ആ നിശബ്ദതയിലാണ് ദൈവത്തിൻ്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുക. നിങ്ങളെ തനിച്ചാക്കി പോയവരെ ഓർത്ത് കരയുന്നതിന് പകരം നിങ്ങളെ വിട്ടുപോകാത്ത ആ പരമാത്മാവിനെ ഉള്ളിൽ തിരയൂ. അവൻ നിങ്ങളുടെ ഉള്ളിൽ ഒരു വലിയ വെളിച്ചമായി കാത്തിരിപ്പുണ്ട്.